വള്ളിയമരയാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നല്ലൊരു പച്ചക്കറിയാണ് കേട്ടോ. നമുക്ക് സ്ഥിരമായിട്ട് കഴിച്ചാലും മടുക്കാത്ത അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചക്കറി ഇനമാണ് കേട്ടോ വള്ളിയമര എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതാ മഞ്ഞുകാലം ആയതോടുകൂടി പൂക്കൾ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്, കായ്കളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ വർഷമല്ല അതിനു മുൻപുള്ള വർഷമാണ് ഞാൻ നട്ടത്. അത് സ്ഥിരമായിട്ട് ഇങ്ങനെ പടർന്ന് പന്തലിച്ച് അതിൽ നിറയെ കായ്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മഞ്ഞുകാലത്താണ് കേട്ടോ കൂടുതലായിട്ട് കായ്കൾ ഉണ്ടാവുന്നത്. ഇപ്പം മഞ്ഞ് തുടങ്ങിയപ്പോഴേക്കും ഇതുപോലെ പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിത് നട്ട സമയത്ത് ഉണക്ക ചാണകപ്പൊടിയാണ് കേട്ടോ അടിവളമായിട്ട് ഇട്ട് കൊടുത്തത്. പിന്നെ ഇടയ്ക്കൊക്കെ വല്ല സമയത്തൊക്കെ ഉണക്ക ചാണകപ്പൊടി തന്നെ കടക്കിലിട്ട് കൊടുത്ത് നന്നായിട്ട് മണ്ണിട്ട് മൂടുകയും എല്ലാം ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഇത് പടർന്ന് വളരുന്ന ഒരു അമരയാണ് കേട്ടോ. പന്തലമര, വള്ളിയമര എന്നൊക്കെയാണ് ഇതിനെ പറയാറുള്ളത്. അപ്പോൾ ഇതിന് പടർന്നു പോകാനായിട്ട് നമ്മൾ ഒന്നുകിൽ ഇത് പന്തലിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ മരങ്ങളിൽ പടർത്തി പോകുന്ന രീതിയിൽ നട്ടു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നട്ടേക്കുന്നത് ഒരു ശീമക്കൊന്നയുടെ ഒരു ചെറിയ മരം ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലാണ് കേട്ടോ ഞാൻ പടർത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഈ വള്ളികളുടെ വലിപ്പം എണ്ണമെല്ലാം കൂടുന്തോറും ശീമക്കൊന്ന ചാഞ്ഞ് വരികയാണ് കേട്ടോ. ചാഞ്ഞ് നിൽക്കുകയാണ് മരം. അതിലാണ് ഈ വള്ളി പടർന്നു പോയിരിക്കുന്നത് കേട്ടോ. ധാരാളം കായ്കളുണ്ടായിട്ടുണ്ട്. ഇതാണ് കേട്ടോ കായ്കൾ. ഇതിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കായ്കളാണ് കേട്ടോ. എങ്ങനെ മെഴുക്കുരുട്ടി ഉണ്ടാക്കിയാലും തോരനുണ്ടാക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴൊക്കെ സാധാരണയായിട്ട് ഇത് ചേർക്കാറില്ലേ. ഇത് നമ്മൾ നട്ട് വളർത്തുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നതിന് വളരെ ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇതിന് സാധാരണയായിട്ട് കീടബാധകൾ കുറവായിട്ടാണ് ഞാൻ കാണുന്നത്. സാധാരണ ഉണ്ടാവാറുള്ള കീടബാധ എന്ന് പറയുന്നത് ഇല തിന്ന് തീർക്കുന്ന പ്രാണികളുടെ ശല്യമൊക്കെയാണ് കാണാറുള്ളത്. ഇലകൾ പകുതിയൊക്കെ തിന്ന് തീർത്തിട്ടുണ്ടാവും. ഇതാണ് കേട്ടോ ഇതിന്റെ ഉണങ്ങിയ കായ്കൾ. ഇതിൽ നിന്നുള്ള വിത്തുകളാണ് നടാനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. കീടനിയന്ത്രണത്തിന് വേപ്പെണ്ണ, വെളുത്തുള്ളി മിശ്രിതമാണ് കേട്ടോ പതിവായിട്ട് ഉപയോഗിക്കാറുള്ളത്. അടുത്ത് നിൽക്കുന്ന മരങ്ങളിലേക്കെല്ലാം ഇതിന്റെ വള്ളികൾ പടർന്ന് കയറിയിട്ട് ആ മരത്തിൽ നിറയെ പൂക്കളും കായ്കളും ആയിട്ട് ഈ വള്ളി പടർന്ന് ചുറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ.